സൈദോ ബെറാഹിനോ ഒരു കളി പോലും കളിക്കാതെ ടീമിൽ നിന്ന് പുറത്തേക്ക് പോകുക എന്ന് പറയുന്നത് ഭയങ്കര നിരാശ നൽകുന്നൊരു സംഭവമാണ്. എന്തായാലും ഇദ്ദേഹം പുറത്തു പോകുന്നത് ഐ ലീഗിനെയും അതുപോലെ തന്നെ രാജസ്ഥാൻ യുണൈറ്റഡിനെ തന്നെയും ബാധിക്കുമെന്ന് പറയാം. കാരണം ഐ ലീഗിൽ ഇന്ന് വന്നിട്ടുള്ളത് വെച്ച് ഏറ്റവും ഹൈ പ്രൊഫൈൽ താരമായിരുന്നു സാദിയോ ബെർഹായിനോ എന്ന് പറയുന്ന ഈ ഒരു താരം. അതിൻ്റെ ഒരു സ്റ്റാറ്റ് നോക്കി കഴിഞ്ഞാൽ ഏതാണ്ട് 133 മത്സരങ്ങൾ പ്രീമിയർ ലീഗ് കളിച്ചിട്ടുണ്ട്. അവിടെ 23 ഗോളും 3 അസിസ്റ്റും അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട്. അതുപോലെ തന്നെ പ്രീമിയർ ലീഗ് മാത്രമല്ല, ബെൽജിയം ഫസ്റ്റ് ഇയർ ലീഗ്, സൈപ്രസ് ഫസ്റ്റ് ഇയർ ലീഗ്, ചാമ്പ്യൻഷിപ്പ്, ലീഗ് 1, ലീഗ് 2 ഇതെല്ലാം കളിച്ചിട്ടുള്ളൊരു താരമാണ്. അതുപോലെ തന്നെ ഇംഗ്ലണ്ട് അണ്ടർ 21 ടീമിലും അദ്ദേഹം കളിച്ചിട്ടുണ്ട്. അണ്ടർ 21 ടീമിൽ വെറുതെ കളിച്ചെന്നല്ല, ഏതാണ്ട് 10 കളിയിൽ നിന്ന് 11 ഗോൾ നേടിയൊരു താരമാണ്. ഇത് അണ്ടർ 21 ലെവലിൽ നിങ്ങളൊന്ന് ആലോചിക്കുക. ഏതാണ്ട് ഒരു ടോപ്പ് ലെവൽ പോലെ തന്നെയാണ് ഇംഗ്ലണ്ടിൻ്റെ. അതുപോലെ തന്നെ ഇംഗ്ലണ്ടിൻ്റെ യൂത്ത് ടീമിലെല്ലാം കളിച്ചിട്ടുണ്ട്. പിന്നെ അദ്ദേഹം ബാറുണ്ടിക്ക് വേണ്ടിയാണ് നാഷണാലിറ്റി മാറ്റി പിന്നെ ബാറുണ്ടിക്ക് വേണ്ടി കളിക്കാൻ തുടങ്ങി. സോ അവിടെയും അത്യാവശ്യം നല്ല നാഷണൽ ടീം എക്സ്പീരിയൻസ് ഉള്ളൊരു താരം. സോ അദ്ദേഹമാണ് ഒരു കളി പോലും കളിക്കാതെ രാജസ്ഥാൻ യുണൈറ്റഡിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത്. അതിനുള്ള കാരണം എന്ന് പറയുന്നത് അദ്ദേഹത്തിനൊരു ആക്സിഡൻറ്റ് സംഭവിച്ചു. സോ ആ ഒരു ആക്സിഡൻറ്റ് അദ്ദേഹത്തിന് ഇഞ്ചുറി ഉണ്ടായി. സോ ആ ഒരു ഇഞ്ചുറി കാരണം മ്യൂച്വലി ടെർമിനേറ്റ് ചെയ്തു കോൺട്രാക്റ്റ് എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. സോ എന്തായാലും അത്രയും മികച്ചൊരു താരമായിരുന്നു അദ്ദേഹം. സോ അദ്ദേഹത്തിന് ഐ ലീഗ് കളിക്കാൻ പറ്റത്തില്ല എന്നുള്ളത് എന്തായാലും നമ്മുടെ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ വലിയൊരു നഷ്ടമാണ്. കാരണം ഐ ലീഗിൻ്റെ വലിയൊരു നഷ്ടമാണ്. കാരണം അത്രയും ടോപ്പ് ലെവലിൽ നിന്ന് വരുന്നൊരു താരമാണ്. പ്രീമിയർ ലീഗിൽ 100-ലധികം മത്സരം കളിച്ചിട്ടുള്ള താരമെന്ന് പറയുമ്പോൾ വെറുതെ അല്ലല്ലോ. അതുമാത്രമല്ല, സ്റ്റോക്ക് സിറ്റി, നോർത്താംപ്ടൺ തുടങ്ങിയ വമ്പൻ ക്ലബ്ബുകൾക്ക് വേണ്ടിയാണ് അദ്ദേഹം കളിച്ചിരിക്കുന്നത്. സോ എന്തായാലും വളരെ വലിയൊരു തിരിച്ചടി എന്ന് തന്നെ പറയാം രാജസ്ഥാൻ യുണൈറ്റഡ്. എന്തായാലും അവർ പുതിയൊരു സ്ട്രൈക്കറിനെ ഇപ്പോൾ സൈൻ ചെയ്തിട്ടുണ്ട്, ലൂക്കാസ് റോഡ്രിഗസ് എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു യങ് താരമാണ്, 21 വയസ്സുള്ള യൂറുഗിയൻ ഫസ്റ്റ് ഇയറിൽ തന്നെ കളിക്കുന്ന ഒരു താരമാണ്. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ പ്രബീർ ദാസുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു അപ്ഡേറ്റാണ്. എല്ലാവരും ചോദിക്കുന്നൊരു കാര്യമാണ്. പ്രബീർ ദാസ് ഇനി വരാൻ പോകുന്ന മത്സരങ്ങളിൽ നമുക്കറിയാം നവംബറിൽ 4 മത്സരങ്ങൾ വരാൻ കിടപ്പുണ്ട്. സോ ആ ഒരു മത്സരങ്ങൾ കളിക്കുമോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. സോ നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ പ്രബീർ ദാസ് ഈ മത്സരങ്ങളും മിസ്സാകാനുള്ള സാധ്യതയുണ്ടെന്നാണ്. സ്റ്റിൽ അദ്ദേഹം ഫിസിക്കലി ഫിറ്റല്ല, ട്രെയിനിങ്ങിന് ഇറങ്ങിയിട്ടുണ്ട് എങ്കിൽ പോലും ഫിസിക്കലി ഫിറ്റല്ല എന്ന് തന്നെയാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. സോ ഈ ഒരു റൗണ്ട് ഓഫ് മത്സരങ്ങളും നഷ്ടമാകും. ഇനി വരികയാണെങ്കിൽ ഡിസംബറിലെ വരാനുള്ള സാധ്യതകളുള്ളൂ എന്നുള്ള കാര്യങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. സോ എന്തായാലും അന്നേരം തന്നെ നമ്മുടെ മിഗാൽ സിറ പറഞ്ഞിരുന്നു, ഫുള്ളി അവർ ഇഞ്ചുറിയിൽ നിന്ന് റിക്കവർ അല്ല, സ്റ്റിൽ കുറച്ചുകൂടെ അവർക്ക് ഇഞ്ചുറിയിൽ നിന്ന് റിക്കവർ ആകാനുണ്ട്. ഇപ്പോൾ പ്രബീർ ദാസ് ആണെങ്കിലും നിഷാൻ പണ്ഡിതൊക്കെ ആണെങ്കിലും. സോ എന്തായാലും അവരുടെ അവൈലബിലിറ്റി ഉടനെ ഉണ്ടാകില്ല എന്ന് തന്നെയാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഒന്നെങ്കിൽ ആദ്യത്തെ 2 മത്സരങ്ങളെങ്കിലും അദ്ദേഹം കളിക്കില്ല, അത് രണ്ടൊക്കെ ഉറപ്പാണ് പ്രബീർ ദാസ്. സോ എന്തായാലും പ്രബീർ ദാസിൻ്റെ അവൈലബിലിറ്റി നമുക്ക് എന്തായാലും ഉടനെ കിട്ടില്ല എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്.